എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 7ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് യൂണിറ്റ് 1-ലെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം നോട്ട്സ്, ആക്ടിവിറ്റീസ്, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസസ് എല്ലാം നമ്മൾ തന്നു കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് മൂന്നാമതൊരു ചാപ്റ്റർ ഉണ്ട്. അതൊരു പ്രോസ് ആണ്. എന്താണ് പ്രോസ് എന്ന് പറഞ്ഞാൽ? ഒരു ഗദ്യ രീതിയിലുള്ള ഒരു രചനയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു കഥയാണ് അല്ലേ? എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ഒരു സ്നേക്കിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് ആ ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്നുള്ളതാണ്. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചാപ്റ്ററിൻ്റെ ലിങ്ക് നമ്മൾ തരുന്നതായിരിക്കും. ആർക്കെങ്കിലും അതിൻ്റെ ടെക്സ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഉപകാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ റൈറ്ററെ പറ്റിയിട്ടാണ്. റൈറ്ററുടെ പേര് R.K. നാരായൺ എന്നാണ്. കേട്ടിട്ടില്ലേ R.K. നാരായണനെ പറ്റി? ഫേമസ് റൈറ്ററാണ്. എന്താണ്? ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്താണെന്ന് നോക്കാം. R.K. നാരായൺ ഇസ് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. കണ്ടോ, ഇന്ത്യൻ റൈറ്ററാണ്, ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ് ആര്? R.K. നാരായൺ എന്ന് പറയുന്ന വ്യക്തി. ഹി റോട്ട് സെവറൽ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ദാറ്റ് വൺ ഹിം മെനി അവാർഡ്സ്. ഒരുപാട് എന്ത് എഴുതിയിട്ടുണ്ട്? വർക്കുകൾ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറികൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. They deal with the peculiarities of human relationships and the realities of Indian life. കണ്ടോ, ഇന്ത്യൻ ലൈഫിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ, മനുഷ്യ ബന്ധങ്ങളെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് റിയാലിറ്റീസ്, മനുഷ്യ ജീവിതത്തിൻ്റെ റിയാലിറ്റീസിനെ പറ്റിയുമാണ് അദ്ദേഹം കൂടുതലായിട്ടും വർക്കുകൾ എഴുതിയിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആർ സെറ്റ് ഇൻ ദ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ ഓഫ് മാൽഗുഡി. അപ്പോൾ എന്താണ്? ഒരു സൗത്ത് ഇന്ത്യൻ ടൗൺ ഉണ്ടല്ലേ, എന്താണ്? മാൽഗുഡി ഡേറ്റ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? മാൽഗുഡി ഡേയ്സ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അത് ഏത് ഭാഗത്താണ്? സൗത്ത് ഇന്ത്യൻ ടൗൺ ഓഫ് മാൽഗുഡി. അതാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറുമുള്ള നോവൽസിൻ്റെ എല്ലാം പശ്ചാത്തലം. മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആർ സെറ്റ് ഇൻ ദ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ ഓഫ് മാൽഗുഡി. മാൽഗുഡി എന്ന് പറഞ്ഞ ഇമാജിനറി ആയിട്ടുള്ള സ്ഥലം, സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അപ്പം മാൽഗുഡി എന്ന് പറയുന്ന ഇമാജിനറി ആയിട്ടുള്ള ഒരു ടൗണിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എന്ത് എഴുതിയിരുന്നത്? അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എഴുതിയിരുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വർക്കിലേക്ക് പോകാം. എന്താണ് ആ വർക്കിൻ്റെ പേര്? എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us റീഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. നേച്ചർ അബൗണ്ട്സ് വിത്ത് പ്ലാന്റ്സ്, ട്രീസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ആനിമൽസ് എക്സെട്ര. നേച്ചറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പ്ലാന്റ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, പിന്നെന്താണ്? ചെറിയ ഇൻസെക്ട്സ് ഉണ്ട് അല്ലേ, എന്താണ്? ചെറിയ ചെറിയ പ്രാണികളുണ്ട്, മൃഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്? നമ്മുടെ നേച്ചറിൽ ഉള്ളത്. Aren't the animals and birds also the inheritors of earth like us? എന്താ? ഈ ജീവികളും ഇതുപോലെ നമ്മൾ താമസിക്കുന്നത് പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവർ തന്നെയല്ലേ? ഭൂമിയിൽ താമസിക്കേണ്ടവർ തന്നെയല്ലേ? അതെ. Don't they have the right to live on this earth as we have? നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യം, ആ അർഹത അതിനെ പോലെ തന്നെ മറ്റുള്ള ജീവികൾക്കും ഇല്ലേ? ഉണ്ട്. ഇഫ് യു ഫൈൻഡ് എ സ്നേക്ക് ഇൻ യുവർ ഗാർഡൻ ഓർ പ്രൊമൈസസ്, വാട്ട് വിൽ യു ഡു? നിങ്ങളുടെ വീടിൻ്റെ ആ ഗാർഡനിലോ ചുറ്റുവട്ടത്ത് എവിടെങ്കിലും എന്താ ഒരു സ്നേക്കിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴേ നമ്മളിപ്പോൾ ആരെ വിളിക്കുക? വാവാ സുരേഷിനെ വിളിക്കുക അല്ലേ? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, റീഡ് ഓൺ. ഇവിടെ എന്താണ്? അതിനെ പറ്റിയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്, വായിക്കുക. പാഠത്തിൻ്റെ പേര് എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. വായിക്കട്ടെ. ഫസ്റ്റിലത്തെ പാരഗ്രാഫ്. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra was got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. എന്താണ്? വല്ലതും മനസ്സിലായോ? കോബ്ര എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നോക്കാം. It was a sunny afternoon. നല്ല വെയിലുള്ള ഉച്ച സമയം. The inmates of the bungalow were at their siesta. അപ്പം എന്താണ്? ബംഗ്ലാവിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ സിയസ്റ്റ, ഉച്ചമയക്കത്തിലായിരുന്നു. A cyclist rang his bell at the gate ഫ്രാങ്ക്ടിക്കലി ആൻഡ് ഷൗട്ടഡ്. അപ്പം എന്താണ്? ഒരു സൈക്ലിസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യാണ്? ബെല്ലടിക്കുകയാണ്. എന്നിട്ട് എന്താ? ബഹളം വയ്ക്കുന്നത്. എന്ത് ബഹളം വയ്ക്കുന്നത്? A big cobra has got into your compound. A big cobra, ഒരു വലിയ മൂർഖൻ പാമ്പ് എങ്ങോട്ട് കയറി? നിങ്ങളുടെ പുരയിടത്തിലേക്ക് കയറി. It crossed my wheel. എന്താണ്? എൻ്റെ സൈക്കിളിൻ്റെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്താണ് അങ്ങോട്ട് കയറി പോയത്. He pointed to its track under the gate. അപ്പം എന്താ? അത് ഇതിലേ കൂടെ പോയതെന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. And resumed his journey. ഗേറ്റിൻ്റെ കീഴിൽ കൂടിയാണ് പോയത് എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? യാത്ര തുടരുന്നു.
ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദി മദർ ആൻഡ് ഹർ 4 സൺസ്. അപ്പം എന്താണ്, ആ ബംഗ്ലാവിൽ എത്ര പേരാണ് ഉള്ളത്? അമ്മയും 4 ആൺകുട്ടികളുമാണ്, ആൺമക്കളുമാണ് ഉള്ളത്. ദേ വേർ ഗ്രേറ്റ്ലി എജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. അപ്പം എന്താ, കോബ്ര ഉണ്ട് എന്ന് പറയുന്ന ആ വാർത്ത കേട്ടപ്പോൾ അവർക്ക് എന്തായി, ആകെ ടെൻഷനായി. സൂൺ ദേ അസംബ്ലിഡ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും എവിടോട്ട് വന്നു? ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഒത്തുകൂടി. ദിയർ ഓൾഡ് സെർവൻറ്റ് ദാസ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. അപ്പോൾ അവർക്കൊരു സെർവൻ്റ് ഉണ്ടല്ലേ, കുറച്ച് പ്രായമുള്ള ഒരു സെർവൻ്റ് ആണ്. പേരെന്താണ്? ദാസ. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഷെഡിൽ, അപ്പം എന്താ, സെർവൻസിന് ഒരു ഷെഡ് കാണത്തില്ലേ, അവിടെ എന്ത് ചെയ്യാണ്? അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേലക്കാരൻ. വേലക്കാരൻ എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഷെഡിൽ, താമസിക്കുന്ന സ്ഥലത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ദേ ഷൂക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ്. എന്താണ്, അവർ അദ്ദേഹത്തെ ഷൂക്ക് ചെയ്തു, കുലുക്കി വിളിച്ച് ഉണർത്തി. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ അറൈവൽ ഓഫ് ദി കോബ്ര. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തിനെ പറ്റി പറഞ്ഞു? കോബ്ര വന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അടുത്ത എന്താണ്? There isn't any cobra here, he replied. അപ്പം എന്താ പറഞ്ഞത്? ഇവിടെ എന്തില്ല, ഇവിടെ മൂർഖൻ പാമ്പൊന്നും ഇല്ല എന്ന് ആര് പറയുന്നു? ദാസ് പറയുന്നു. ആൻഡ് ട്രൈ ടു ഡിസ്മിസ് ദി മാറ്റർ. എന്നിട്ട് എന്താ, വിഷയം എന്താ, അതങ്ങ് അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം നോക്കി. ദേ സ്വോർ അറ്റ് ഹിം ആൻഡ് വാണ്ടഡ് ഹിം ടു ബി സീരിയസ്. അപ്പം എന്താണ്, അവർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ദേഷ്യമാണ്, അവർ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നത്? ശകാരിച്ചുകൊണ്ട് എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ് സീരിയസ് ആയിട്ട് എടുക്കുക, അങ്ങനെ ഒരു കോബ്ര ഇവിടെ വന്നു, അത് കണ്ട ആൾ പറഞ്ഞതല്ലേ, അപ്പം എന്താ അവിടെ തമാശയായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ പറഞ്ഞു. And wanted him to be serious. The thing is somewhere here. If it is not found before the evening, we will dismiss you. അപ്പം എന്താ, the thing എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സാധനം ഏതാ? കോബ്ര. കോബ്ര ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ബിഫോർ ദ ഈവനിങ്, വൈകുന്നേരത്തിന് മുമ്പ് അതിനെ കണ്ടെത്തിയില്ലെങ്കിൽ വി വിൽ ഡിസ്മിസ് യു, ഞങ്ങൾ നിന്നെ പിരിച്ചുവിടും. യു ഡോണ്ട് സീം ടു കെയർ ഫോർ ദറ്റ് ഗാർഡൻ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഗാർഡനൊന്നും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത എന്താണ്? അടുത്ത പാരഗ്രാഫ്. സം നെയ്ബേഴ്സ് ഡ്രോപ്ഡ് ഇൻ. എന്താണ്, കുറേ അയൽക്കാർ അവിടെ അവരെ വീട്ടിലേക്ക് അപ്പോൾ തന്നെ വന്നു. ദേ ലുക്ഡ് അക്യൂസിംഗ്ലി അറ്റ് ദാസ. അപ്പം എന്താണ്, അവർ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, എന്താണ്, ഒരു തോട്ടവും പരിസരവും എന്താണ് സംരക്ഷിക്കാനല്ലേ അദ്ദേഹത്തെ എവിടെ നിർത്തിയിരിക്കുന്നത്? ദാസിനെ. അപ്പം എന്താ, അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഒരു പാമ്പ് കയറി വന്നാൽ ആരായിരുന്നു കാണേണ്ടിയിരുന്നത്? അദ്ദേഹമാണല്ലേ, അത് സെർവൻ്റ് ആണ്, വേലക്കാരനാണ് കാണേണ്ടിയിരുന്നത്. അപ്പം കുറ്റം ആർക്കാ? അദ്ദേഹത്തിന്. അപ്പം ഈ അയൽക്കാരെല്ലാം അദ്ദേഹത്തെ എങ്ങനെ നോക്കുക? തുറച്ചു നോക്കുക അല്ലേ, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നോക്കുകയാണ്. യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്. എന്താ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ലോകത്ത്, ഈ വേൾഡിലെ ഏറ്റവും മടിയനായിട്ടുള്ള ഒരു വേലക്കാരനെയാണ് എന്ന് പറയുന്നു. യു ഓട്ട് ടു കീപ് ദി സറൗണ്ടിങ്സ് ടൈഡി. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടും എന്ത് ചെയ്യണം? വൃത്തിയാക്കി, ടൈഡിയാക്കി, വൃത്തിയാക്കി വെക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്. അപ്പം ദാസ് എന്ത് ചെയ്യുക? നമ്മളെ ഒരാൾ കുറ്റം പറയുക. അപ്പം അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയോ? ഇല്ല, നമ്മളെ ഭാഗത്ത് ന്യായമുണ്ട്, അവർ എന്തോ നമുക്ക് ചെയ്തില്ല, നമ്മളെ ഭാഗത്തല്ല തെറ്റ്, അവരെ ഭാഗത്താണ് എന്ന് പറയാനല്ലേ നമ്മൾ ശ്രമിക്കൂ. അപ്പം എന്താ, അദ്ദേഹം മറ്റവരെ കുറ്റം പറയാം, ഹൗസ് ഓണേഴ്സിന്. എന്താ കാര്യം? കുറേ നാളുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പുല്ല് ചെത്താൻ ഒരു ഗ്രാസ് കട്ടർ വേണമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അത് അവർ കൊണ്ടു തന്നിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് പറയുകയാണ്? ഞാൻ കുറേ നാളായി, ഒരു മാസങ്ങളായിട്ട് എന്താണ് ഗ്രാസ് കട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്നു. In one voice, they ordered him to manage with the available things. അപ്പം എന്താ പറയുന്നത്? എല്ലാവരും കൂടെ ഒറ്റ സ്വരത്തിൽ എന്താ പറയുന്നത്? ഉള്ള സാധനങ്ങൾ കൊണ്ട് എന്താ ജോലി ചെയ്യാൻ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അങ്ങനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്. അത് മാത്രം പഠിച്ചാൽ പോരാ, എന്താണ്, ഇങ്ങോട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട്, ഡിമാൻഡ് ഒന്നും വെക്കാനായിട്ട് നിങ്ങൾ ശീലിക്കരുത്. അതൊരു നല്ല ശീലം അല്ല, അതും പാടില്ല. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടാൻ പാടില്ല. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of snake bite. അപ്പം എന്താണ്, അതിനിടയ്ക്ക് മീൻവൈൽ കുറേയേറെ നെയ്ബേഴ്സും കൂടി അവിടെ വന്നു. അവരെന്ത് ചെയ്യാണ്? എന്തിനെ പറ്റിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ദേ ബിഗൺ ഡിസ്കസിങ് സ്നേക്ക് മെനൈസ് ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബൈറ്റ്. എന്താണ്, പാമ്പ് കടിക്കുന്നതും പാമ്പിൻ്റെ ഭീഷണി, പാമ്പിൻ്റെ അതുകൊണ്ടുണ്ടാകാവുന്ന ഭീഷണികളെ പറ്റിയും ഒക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദേ ബിഗാൻ ഹെൽപ്പിംഗ് ദ നെയ്ബർ ഇൻ എവറി പോസിബിൾ വേ. പിന്നെ എന്താണ്, അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ആരെ സഹായിക്കാനായിട്ട് തുടങ്ങി?
നെയ്ബറിനെ. ഏത് നെയ്ബറിൻ്റെ കാര്യമാണ് പറയുന്നത്? ഹൗസ് ഓണർ, അവരുടെ കാര്യമാണ് പറയുന്നത്. അവരെ സഹായിക്കാനായിട്ട് ആൾക്കാർ വന്നു. They tucked up their dhotis, seized every available knife and crowbar and began to hack the garden. അപ്പോൾ എന്താണ് അവരെന്താണ് കൈലി മുണ്ടൊക്കെ മടക്കി കുത്തി അവരെന്ത് ചെയ്തു? അവിടെ അവരുടെ കൈ കിട്ടിയ കത്തിയും കമ്പിപ്പാരയൊക്കെ കൊണ്ടുവന്ന് അവിടെ അങ്ങ് വെട്ടി നിരത്താനായിട്ട് തുടങ്ങി. പിന്നെ എന്താണ്? ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് വെയർ ലെയ്ഡ് ലോ. അപ്പോൾ എന്താണ്? ക്രീപ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്താണ് ക്രീപ്പേഴ്സിന്? ഇഴജന്തുക്കൾ എന്നും വള്ളിച്ചെടിയെന്നും രണ്ടർത്ഥമുണ്ട്. ഇവിടെ വള്ളിച്ചെടികളായിരിക്കും കേട്ടോ. എന്താണ്? ക്രീപ്പേഴ്സ്, ബുഷസ്. ബുഷസ് എന്താ? കുറ്റിച്ചെടികൾ. അതുപോലെ തന്നെ ലോൺസ്. ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? പുൽത്തകിടി. ഇതൊക്കെ എന്ത് ചെയ്തു? വെയർ ലെയ്ഡ് ലോ. അതെല്ലാം എന്താ? വെട്ടി മാറ്റി. വാട്ട് കുഡ് ബി ട്രിംഡ് വാസ് കട്ട് ടു ദി റൂട്ട്. എന്താണ്? ട്രിം ചെയ്ത് നിർത്തുക. ചിലത് നമ്മൾ എന്താണ്? വെട്ടി നിരത്തി ഇങ്ങനെ നിർത്താനേ പാടുള്ളൂ. അങ്ങനെയുള്ളത് റൂട്ട് വെച്ച് തന്നെ വെട്ടി കളഞ്ഞു. വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദി റൂട്ട്. ദ ഇന്നർ വോൾസ് ഓഫ് ദി ഹൗസ് ബ്രൈറ്റൻഡ്. അപ്പം എന്താണ്? അകത്തെ വോൾ എന്തായി? ബ്രൈറ്റൻഡ് ആയി. കാര്യം എന്താ? അവിടെ നിന്നെല്ലാം വെട്ടി കളഞ്ഞു. വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ. അപ്പം എന്താ? ഇപ്പം തടസ്സങ്ങളൊന്നും ഇല്ലാതെ എന്ത് വരുന്നുണ്ട്? അവിടെ നല്ല വെട്ടം, നല്ല വെളിച്ചം വരുന്നുണ്ട്. എന്താ? ഒന്നിൻ്റെയും തടസ്സമില്ല. അവിടെ നിന്ന കുട്ടിച്ചെടിയും വള്ളിച്ചെടിയും എല്ലാം അവർ കളഞ്ഞു. വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ. ഇനി എന്താണ്? അവിടെ ഒന്നും വേറെ ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ദാസ ആസ്ക്ഡ് ട്രയംഫൻ്റ്ലി. എന്താണ്? വിജയഭേരി മുഴക്കിക്കൊണ്ട് ആര് പറയാണ്? ദാസ പറയാണ്, വേർ ഇസ് ദ സ്നേക്ക്. എന്താ? പാമ്പവിടെ എന്ന് ആര് ചോദിക്കുന്നു? ദാസ ചോദിക്കുന്നു. അടുത്ത എന്താണ്? an old beggar cried for alms at the gate. അപ്പോൾ ആര് വന്നു? ബെഗർ വന്നു. ആംസ് എന്താ? സഹായത്തിന് വേണ്ടി അവിടെ വരികയാണ്. they told her that they were busy with a snake hunt. ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം സമയമില്ല, ഞങ്ങളെല്ലാവരും എന്തിൽ തിരക്കിലാണ്? പാമ്പ് വേട്ടയുടെ തിരക്കിലാണ്. on hearing it the old woman became happy. അപ്പം അത് കേട്ടപ്പോൾ ഓൾഡ് വുമണിന് സന്തോഷമായി. എന്ത് പറയാം? യു ആർ ഫോർച്ചുനേറ്റ്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഫോർച്ചുനേറ്റ് ആണ്, ഭാഗ്യമുള്ളവരാണ്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. അപ്പം എന്താ? വേറെ ആരുമല്ല നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നത്. ആരാണ്? ദൈവം തന്നെയാണ് നിങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഡോണ്ട് കിൽ ദി സ്നേക്ക്. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? സ്നേക്കിനെ കൊല്ലരുത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം? മദർ വാസ് ഇൻ ഹാർട്ടി എഗ്രിമെന്റ്. അപ്പം എന്താണ്? മദറിന് സന്തോഷമായി അല്ലേ? യു ആർ റൈറ്റ്, ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. അപ്പം എന്താ? ഞാനൊരു കാര്യം മറന്നു പോയിരുന്നു. എന്താണ്? ഞാനൊരു കാര്യം നേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്താണ്? അഭിഷേകം. അഭിഷേകം നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓർമ്മിപ്പിക്കാനാണ് ദൈവം എങ്ങനെ വന്നത്? പാമ്പിൻ്റെ രൂപത്തിൽ വന്നത് എന്ന് പറയുന്നു. എന്നിട്ട് എന്ത് പറയാണ്? ദിസ് ഈസ് ദ റിമൈൻഡർ. ഇതാണ് എന്ത്? ഓർമ്മപ്പെടുത്തൽ. ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഷി ഗേവ് എ കോയിൻ ടു ദ ബെഗർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബെഗർക്ക് ഒരു കോയിൻ കൊടുക്കുന്നു. ഹു പ്രോമിസ്ഡ് സെൻഡ് എ സ്നേക്ക് ചാർമർ ആസ് ഷീ വെന്റ്. അപ്പം എന്താ? ഞാൻ പോയിട്ട് ആരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞാണ് ബെഗർ പോകുന്നത് കോയിന് വാങ്ങിക്കൊണ്ട്? ഞാനൊരു പാമ്പാട്ടിയെ അല്ലെ പാമ്പുടുത്തക്കാരനെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് ആര് പോകുന്നു? ബെഗർ പോകുന്നു. പ്രസന്റ്ലി ആൻ ഓൾഡ് മാൻ അപ്പിയർഡ് അറ്റ് ദി ഗേറ്റ്. ഉടനെ തന്നെ ആര് വരുന്നു? ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് ദ സ്നേക്ക് ചാമർ. എന്നിട്ട് എന്ത് പറയുന്നു? ഞാനാണ് എന്ത്? സ്നേക്ക് ചാമർ, പാമ്പാട്ടിയാണെന്ന് പറയുന്നു. ദേ ഗാദേർഡ് അറൗണ്ട് ഹിം. പാമ്പാട്ടിയാണല്ലേ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് കൂടി, ചുറ്റും കൂടി. ഹി സ്പോക്ക് ടു ദം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ്? സമയം ഒരുപാടുണ്ടല്ലേ, പാമ്പൊക്കെ അവിടെ ഇരുന്നോളും. എന്ത് ചെയ്യാണ്? അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ അദ്ദേഹം ഇങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഹിസ് പവർ ഓവർ സ്നേക്സ്. പിന്നെന്താണ്? സ്നേക്സിൻ്റെ പുറത്ത് എന്തുണ്ട്? ഭയങ്കര പവറാണ് അദ്ദേഹത്തിന് ഉള്ളതില്ലേ. സ്നേക്കിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പവറുള്ള ആളാണ് ഇദ്ദേഹം എന്നിങ്ങനെ പറയുകയാണ്. ദേ ആസ്ക്ഡ് അഡ്മയറിംഗ്ലി ഹൗ ഡു യു ക്യാച്ച് ദം. അപ്പോൾ എന്താണ്? അദ്ദേഹത്തോട് എന്ത് തോന്നുന്നു? ആദരവ് തോന്നല്ലേ. ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ മുമ്പിൽ ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതിനെ പിടികൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഹൗ കുഡ് യു ക്യാച്ച് ദം. നിങ്ങൾ എങ്ങനെയാണ് പാമ്പിനെ പിടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദസ് എന്താണ്? ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹീ സെഡ് പൗൺസിങ് അപ്പോൺ ആൻ ഇമാജിനറി സ്നേക്ക് ഓൺ ദി ഗ്രൗണ്ട്. എന്താണ്? അവിടെ ഒരു ഇമാജിനറി ആയിട്ടൊരു സ്നേക്ക് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് ചാടി വീണ് അതിനെ പിടിക്കുന്ന കണക്ക് പിടിച്ചിട്ട് ഇങ്ങനെയാണെന്ന് പറയുന്നു. ദേ പോയിന്റഡ് അറ്റ് ദി ഡിറക്ഷൻ ഇൻ വിച്ച് ദ കോബ്ര ഹാഡ് ഗോൺ. അപ്പോൾ എന്താണ്? കോബ്ര പോയ വഴി ഇങ്ങനെ അവർ കാണിച്ചു കൊടുത്തതാണ്. അതിലെ കൂടാണ് ആര് പോയത്? പാമ്പ് പോയത്. ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ ഹെഡ്. എന്താണ്? മുന്നോട്ട് പോയി പിടിച്ചോളൂ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഹീ ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി. എന്താണ്? സഹായിക്കാൻ പറ്റില്ല എന്നുള്ള രീതി നോക്കിയിട്ട് എന്ത് പറയുകയാണ്? ആൻഡ് സെഡ് ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ്. എന്താണ്? നിങ്ങൾ ആ പാമ്പിനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? അപ്പം തന്നെ പിടിച്ചേക്കാം. അല്ലാതെ പോയി കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ? ഇല്ല. പാമ്പിനെ കാണിച്ചു തന്നാൽ ഞാൻ പിടിക്കാം എന്ന് പറയുന്നു. അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു. നിങ്ങൾ പാമ്പിനെ കാണിച്ചു തന്നാലല്ലേ എനിക്ക് പിടിക്കാൻ പറ്റുമോ? അല്ലാതെ ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. ദി മൊമെന്റ് യു സീ ഇറ്റ് അഗെയിൻ സെൻഡ് ഫോർ മീ. എന്താണ്? നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടെ പാമ്പിനെ കാണത്തില്ലേ, അപ്പം എന്താണ്? എന്നെ ഒന്നും കൂടെ വിളിച്ചാൽ ഞാൻ വരാം.
ഐ ലിവ് നിയർ ബൈ, ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് ഡിപ്പാർട്ടഡ്, പേരൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അടുത്ത എന്താണ്? At 5 in the evening, വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ they threw away their sticks and implements, എന്താണ് അവരവരുടെ കമ്പും അതണക്ക് ഇംപ്ലിമെന്റ്സ് ഉപകരണങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു. ആൻഡ് റിട്ടയർഡ് ടു ദി വെരാന്ത ടു എന്ത് ചെയ്യാനാണ്? റെസ്റ്റ്. അവരെന്ത് ചെയ്തു? അത്രയും നേരം അവർ മെനക്കെട്ട് നോക്കിയിട്ട് കിട്ടിയില്ല, എല്ലായിടത്തും കളഞ്ഞിട്ട് എങ്ങോട്ട് പോയി? വെരാന്തയിൽ പോയി ഇരിക്കുകയാണ്, റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നു. ദേ ഹാഡ് ടേൺഡ് അപ്പ് എവറി സ്റ്റോൺ ഇൻ ദ ഗാർഡൻ, എല്ലാ ഒരു സ്റ്റോൺ പോലും പൊക്കി നോക്കി, എന്താ പാമ്പുണ്ടോ എന്ന് നോക്കി. ആൻഡ് കട്ട് ഡൗൺ എവറി ഗ്രാസ് ബ്ലേഡ് ആൻഡ് ഷ്രബ്, എന്താണ് ചെറിയൊരു പുൽക്കൊടി പോലും അതുപോലെ എന്താ കൊച്ചു കുറ്റിച്ചെടികൾ പോലും അവരെന്ത് ചെയ്തു? വെട്ടി കളഞ്ഞു. സോ ദാറ്റ് ദ ടൈനിയസ്റ്റ് ഇൻസെക്ട് കമ്മിങ് ഇൻ ടു ദ ഗാർഡൻ ഷുഡ് ഹാവ് നോ കവർ, എന്താണ് ഇനി എന്താ ഒരു ചെറിയൊരു പ്രാണി അതിലെ കൂടെ വന്നാൽ പോലും നന്നായിട്ട് കാണാം, എന്താണ് അത്രയ്ക്കും മറയില്ലാതെ ആക്കി, എന്താ ഗാർഡൻ അങ്ങ് വെട്ടി വെളുപ്പിച്ചു എന്ന് പറയില്ലേ, അങ്ങനെ അങ്ങ് ആക്കി. They were loudly discussing various measures they would take to protect themselves against reptiles in future. അപ്പം എന്താണ് വെറുതെ ഇരിക്കണ്ട, എന്താ ഭാവിയിൽ ഇനി എന്താണ് റെപ്റ്റൈൽസ്, ഇതണക്കത്തെ ഇഴജന്തുക്കൾ പാമ്പുകളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതിരോധം അവർ ചെയ്യേണ്ടുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ അവർ ആരംഭിച്ചു. വെൻ ദാസ അപ്പിയർഡ് ബിഫോർ ദം, അപ്പം ആ സമയത്ത് ആരവിടെ വന്നു? ദാസ അവരുടെ മുമ്പിൽ വന്നു. വെറുതെ വന്നതല്ല, എന്തുണ്ട് കയ്യിൽ? ക്യാരിയിങ് എ വാട്ടർ പോട്ട് ഹൂസ് മൗത്ത് വാസ് സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ. അപ്പോൾ എന്താ കയ്യിൽ എന്തുണ്ട്? വാട്ടറിൻ്റെ ഒരു പോട്ടുണ്ട്, ചെറിയൊരു കുടമുണ്ട്. വാസ് സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ, അടച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ട്? ആ കല്ല് വെച്ച് ഉള്ള ഒരു കല്ല് കൊണ്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഹി പുട്ട് ദ പോട്ട് ഡൗൺ, എന്താണ് ആ പോട്ട് ആ കുടം എടുത്ത് തറയിലോട്ട് വെച്ചു. എന്നിട്ട് എന്ത് പറയാണ്? ആൻസർഡ് ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്, എന്താണ് ഞാൻ അതിനെ പിടിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്, എന്താ ഞാനത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നത് അല്ലെങ്കിൽ എത്തി നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ, എന്തായാലും എന്താ അത് എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ അതിനെ അങ്ങ് കണ്ടു. He explained at length the strategy he had employed to catch and seal up the snake in the pot. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാണല്ലേ, എങ്ങനെയാണ് ഞാൻ ആ പോട്ടിനകത്ത് പാമ്പിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? സീൽ അടച്ചു വെച്ചത് എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ദേ സ്റ്റുഡ് അറ്റ് എ സേഫ് ഡിസ്റ്റൻസ്, അപ്പോൾ എല്ലാവരും എന്താ കുറച്ച് ദൂരേക്ക്, പാമ്പിൻ്റെ അടുത്ത് നിൽക്കാൻ ഒക്കത്തില്ല, പേടി, സേഫായിട്ട് കുറച്ച് ദൂരത്തേക്ക് മാറി നിന്നു. ആൻഡ് ഗേസ്ഡ് ഓൺ ദ പോട്ട്, ചുമ്മാ നിൽക്കുകയല്ല, പോട്ടിനകത്ത് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? പോട്ടിനകത്ത് വലിയ പാമ്പിരിക്കുകയല്ലേ, അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. അപ്പോൾ ദാസ എത്ര നേരം എന്താ മടിയനാണ്, ലേസിയാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇപ്പം എന്താ ചാമ്പ്യൻ്റെ കണക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ തിളങ്ങി ഇരിക്കുകയാണ്. ഡോണ്ട് കോൾ മീ ആൻ ഐഡ്ലർ ഹിയർ ആഫ്റ്റർ, ഇനി എന്നെ എന്ത് ചെയ്യാൻ പറയില്ല, ഞാനൊരു ഐഡ്ലറാണ്, എന്താ മടിയനാണെന്ന് എന്നെ ഇനി നിങ്ങൾ പറയാനായിട്ട് പാടില്ല. മദർ കോംപ്ലിമെന്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജാഗ്രത, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രദ്ധയ്ക്ക് ആരഭിനന്ദിച്ചു? ആ മദർ ഹൗസ് ഓണർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആൻഡ് വിഷ്ഡ്, എന്നിട്ട് എന്ത് വിചാരിച്ചു അവർ? ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി, എന്താണ് ഒരു മതപരമായ ഒരു ഡ്യൂട്ടി, ചടങ്ങ് എന്നുള്ള രീതിയിൽ എന്ത് വേണമായിരുന്നു? അതിൻ്റെ മുകളിൽ കുറച്ച് പാല് വെക്കണമായിരുന്നു. കാര്യം എന്താ? പാമ്പ് പാല് കിട്ടാഞ്ഞിട്ടല്ലേ അതിനകത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയത്. അപ്പം കുറച്ച് മുകളിലൊരു പാത്രത്തിൽ വെച്ചിരുന്നെങ്കിൽ എന്താണ് ആ ദോഷം അങ്ങ് മാറിയേനെ എന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ? അങ്ങനെ അവര് വിചാരിക്കുന്നു. ഹി പിക്ഡ് അപ്പ് ദി പോട്ട് കോഷ്യസ്ലി, അപ്പൊ ശ്രദ്ധയോടുകൂടി ആ പോട്ട് ആരെടുത്തു? ദാസ് എടുത്തു. ആൻഡ് വാക്ക്ഡ് ഓഫ് സെയിങ് ദാറ്റ്, അപ്പൊ നടക്കുകയാണ്, എന്തുവാ എങ്ങോട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. എങ്ങോട്ട് പോവാന്നാ പറയുന്നത്? സെയിങ് ദാറ്റ് ഹി വുഡ് ലീവ് ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്സ് വിത്ത് ദ സ്നേക് ചാമ്പർ ലിവിങ് നിയർ ബൈ. അപ്പൊ എന്താണ് ഇതിനകത്തോ ഇതും ഇതിന്റെ അകത്തോ പാമ്പിനെയും കൂടെ ആർക്ക് കൊടുക്കാൻ പോവാ? തൊട്ടടുത്ത നേരത്തെ വന്നിട്ട് പോയ സ്നേക് ചാമ്പറില്ലേ, പാമ്പാട്ടി, പാമ്പുടുത്തക്കാരനില്ലേ, അദ്ദേഹത്തിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. ഹി ബിക്കെയിം ദ ഹീറോ ഓഫ് ദ ഡേ, അപ്പൊ അന്നത്തെ ദിവസത്തെ ഹീറോ ആരാണ്? ആ ദാസ് എന്ന് പറയുന്ന അവരുടെ വേലക്കാരനാണ്. ദേ വാച്ച്ഡ് ഹിം ഇൻ ഗ്രേറ്റ് അഡ്മിറേഷൻ, ഭയങ്കര എന്താണ് അദ്ദേഹത്തിനോട് ആദരവാണല്ലേ, അദ്ദേഹത്തെ ആദരവോടുകൂടി എല്ലാവരും നോക്കുകയാണ്. ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം അഡിക്വേറ്റ്ലി, എന്താണ് വെറുതെ ഒന്നും പോരാ, വളരെ വേണ്ടും വിധത്തിൽ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം അല്ലേ. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് കൊടുക്കണം? പ്രതിഫലം കൊടുക്കണം. അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ്. It was 5 minutes since Dasa had gone when the youngest son cried. എന്താണ്
ദാസ ഇങ്ങോട്ട് പോയി ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ഏറ്റവും ഇളയ കുട്ടി കരയാനായിട്ട് തുടങ്ങി. സീ ദേർ, എന്താണ് അങ്ങോട്ട് നോക്കുക എന്നും പറഞ്ഞ് കാണിക്കുന്നു. ഔട്ട് ഓഫ് എ ഹോൾ ഇൻ ദ കോമ്പൗണ്ട് വാൾ, എങ്ങോട്ടാ? ആ കോമ്പൗണ്ട് വാളിന്റെ പുറത്തായിട്ട് എന്തുണ്ട്? ഒരു ഹോൾ ഉണ്ട് അല്ലേ? ആ ഹോളിലേക്ക് ആര് നോക്കുന്നു? ആ കോബ്ര എമേർജ്ഡ്, ഒരു പാമ്പ് കയറുന്നു. ഇറ്റ് ഗ്ലാഡഡ് അലോങ് ടുവേർഡ്സ് ദി ഗേറ്റ്, എങ്ങോട്ടുള്ള ഇഴഞ്ഞു പോവുകയാണ്? ഗേറ്റിന്റെ അടുത്തേക്ക് ഇഴഞ്ഞ് പോകുകയാണ്. പോസ്ഡ് ഫോർ എ മൊമെന്റ് ടു ലുക്ക് അറ്റ് ദ ഗ്യാതറിംഗ് ഇൻ ദ വെറാൻഡ വിത്ത് ഇറ്റ്സ് ഹൂഡ് ഹാഫ് റൈസ്ഡ്. അപ്പൊ ചുമ്മാതെ പോയില്ല, എന്താണ് എല്ലാവരെയും പറ്റിച്ചേ എന്നുള്ള രീതിയിൽ എന്താ പത്തിയൊക്കെ ഒന്ന് ഉയർത്തി വരാന്തയിൽ ഇത്രയും നേരം അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകളില്ലേ, അവരെയൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് എന്ത് ചെയ്യണം? പെയ്യനെ ഇഴഞ്ഞങ്ങ് പോവുകയാണ്. ആൻഡ് ഡിസപ്പേർഡ് അലോങ് എ ട്രെയിൻ, എന്നിട്ട് എന്താ അങ്ങോട്ട് ഇഴഞ്ഞ് പിന്നെ കാണാൻ വയ്യാത്ത രീതിയിൽ പോയി. വെൻ ദേ റിക്കവേർഡ് ഫ്രം ദി ഷോക്ക്, അപ്പൊ ആ കണ്ടു, നേരിട്ടൊന്ന് കണ്ടു അല്ലെ? നേരത്തെ കണ്ടിരുന്നോ? മറ്റേ ആ സൈക്കിളിൽ പോയ ആള് പറഞ്ഞതല്ലേ ഉള്ളൂ പാമ്പുണ്ട് ഇങ്ങോട്ട് പോയി എന്ന്. ഇപ്പൊ എല്ലാവരും എന്താ നേരിട്ടൊന്ന് കണ്ടു. ആ ഷോക്കിൽ നിന്ന് അവരെ അങ്ങോട്ട് മുക്തരാകുമ്പോ ദേ അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഡസ് ഇറ്റ് മീൻ, എന്താ എന്ന് വെച്ചാൽ എന്താണ്? there are 2 snakes here, ഇതെന്താ നമുക്ക് ഇവിടെ ഇപ്പം 2 പാമ്പുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഒരു പാമ്പിനെ ആര് പിടികൂടി? ദാസ ഒരു കൂജയിൽ പോട്ടിൽ പിടികൂടി കൊണ്ടുപോയി. അടുത്ത പാമ്പ് ഇവിടെ, അപ്പൊ 2 പാമ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. ദ കോളേജ് ബോയ് മാമേഡ്, അപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ ഒരു വിധം കാര്യമൊക്കെ പിടികിട്ടി, പുറുപുറുക്കുകയാണ്. മാമേര് എന്ത് ചെയ്യുക? ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക്, ആ റിസ്ക് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. എന്തുവാ റിസ്ക്? ആൻഡ് നോക്ക് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്, എന്താ ദാസയുടെ ഹാൻഡിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്ത് എന്തുവെന്ന് നോക്കിയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഇറ്റ് കണ്ടെയ്ൻഡ്, അതിനകത്ത് എന്തുവായിരുന്നു എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കൂജ ഉണ്ടായിരുന്നല്ലോ, ദാസയുടെ കയ്യിൽ നിന്ന് ആ കൂജ വാങ്ങിച്ച് പൊട്ടിച്ചിട്ട് എന്ത് നോക്കണമായിരുന്നു? അതിനകത്ത് എന്തായിരുന്നു എന്നൊന്ന് നോക്കണമായിരുന്നു. നോക്കുമ്പോൾ എന്താന്നുള്ള ഒരു ടെൻഷൻ അങ്ങ് മാറിയനല്ലേ, അതിലെന്തോ ഉള്ളതെന്ന് അറിയാമായിരുന്നല്ലോ. പാമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് 2ാമത്തെ പാമ്പാണെന്ന് വിശ്വസിക്കാം. അതിനകത്ത് പാമ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവരെ വീട്ടിൽ വന്ന പാമ്പങ്ങ് പോയി എന്ന് വിചാരിച്ച് സമാധാനിച്ചുവിടായിരുന്നോ? അപ്പൊ അങ്ങനെ വല്ലവരും നോക്കിയോ? ഇല്ല. അപ്പൊ അത് ഓർത്ത് അവർക്ക് വിഷമാണ്. അപ്പൊ എന്തായിരിക്കും? ഒന്നുകിൽ ഇവിടെ 2 പാമ്പ്, ഇല്ലെങ്കിൽ എന്താ, ആര് കള്ളം പറഞ്ഞതാ? അവിടുത്തെ സെർവന്റ് കള്ളം പറഞ്ഞതാണല്ലേ. ഇതിലേതാണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചോളാം. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ കഥ. വേർഡിന്റെ മീനിങ്സ് ഇവിടെ ഓൾറെഡി തരുന്നുണ്ട്, ഓരോ വേർഡ്സിന്റെയും മലയാളം മീനിങ്സ് ഇവിടെ തരുന്നുണ്ട്. പിന്നെ എന്താണ്, ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടല്ലേ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേറെ വീഡിയോ ആയിട്ടായിരിക്കും തരിക. ഇത്രയും നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തും പറയണം, എന്തുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്തു എന്നുള്ള റീസൺ കൂടി ഒന്ന് പറയുക. ഇഷ്ടമായെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് തരുന്നതിനോടൊപ്പം, അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ തരുന്ന ആൻസർ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഈ സൈഡിൽ ഒരു ആരോ മാർക്ക് കണ്ടിട്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് നീക്കി നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം ക്വസ്റ്റ്യനും ആൻസറും അവിടെ ഉണ്ടാവും. വേറെ ഏതെങ്കിലും വീഡിയോയുടെ ലിങ്ക് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ നേരത്തെ ടെക്സ്റ്റ് ഉണ്ടെന്ന്, അതങ്ങനെയുള്ളതിനൊക്കെ ഒരു നീല കളറിലായിരിക്കും എഴുതിയിരിക്കുക. ലിങ്ക് ബ്ലൂ കളറിൽ അവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ എന്താണ്, എല്ലാം പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളുടെ മാത്രം വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പ്ലേലിസ്റ്റിൽ കയറുമ്പോൾ 7th സ്റ്റാൻഡേർഡ് എന്ന് എഴുതുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആയിരിക്കും. മറ്റ് ക്ലാസ്സുകാർക്കും അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സുകളും ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഗ്രാമർ കൂടി കാണാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.